ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാലക്ഷ്മി സരസ്വതി സാവിത്രി രാധാദേവ്യൈ നമഃ. ഓം പ്രസീദ വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണി പ്രസീദമായാമി മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വര സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ആനോ ഭദ്രാഘാകൃതവോ ഇന്ദു വിശ്വതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മത്താചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരു പരമാത്മനേ നമഃ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയുടെ ആദിശങ്കര ഭഗവത്പാദരുടെയും അനുഗ്രഹം കൊണ്ട് നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥമാഹാത്മ്യത്തെ അറിയുകയാണ്. ഇന്ന് 30-ാമത്തെ ശ്ലോകമാകും. ഈ ശ്ലോകത്തിനുള്ള മന്ത്രം ഓം ശ്രീ നിത്യായൈ നമഃ. ഓം ശ്രീ നിത്യായൈ നമഃ. ഇതിൻ്റെ ഫലം എന്ന് പറയപ്പെടുന്നത് അഷ്ടസിദ്ധി ലഭിക്കുവാൻ വേണ്ടി, അഷ്ടസിദ്ധിയെ പ്രാപിക്കുവാൻ വേണ്ടി ഈ ശ്ലോകത്തെ ജപം ചെയ്ത് സിദ്ധി വരുത്തി ആ ഭക്തന് പരാശക്തിയായി കൊടുക്കപ്പെടുന്ന അഷ്ടമാസിദ്ധികളെ കൊണ്ട് ദേവി ഉപാസന ചെയ്യാം എന്നാണ് അനുഗ്രഹിക്കുന്നത്. സങ്കല്പത്തിൽ അണിമാതി അഷ്ടസിദ്ധി ലാഭാർത്ഥം, അണിമാതി അഷ്ടസിദ്ധി ലാഭാർത്ഥം ത്രിംശതി ശ്ലോകം ജപേത് എന്ന് പറയുന്നു. ദേവിയുമായി ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ, അതായത് ഈ ജീവാത്മാവ് അല്ലെങ്കിൽ ആത്മാവെന്ന് പറയപ്പെടുന്ന ഈ പരമസത്യം പരാശക്തി എന്ന് പറയപ്പെടുന്ന പരമാത്മാവിൽ ലയം ചെയ്യുകയാണെങ്കിൽ എന്താണ് ഫലം ലഭിക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള മാഹാത്മ്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജപിക്കേണ്ട രീതി: രാവിലെ കിഴക്ക് മുഖമായി ഇരുന്ന് 96 ദിവസം, ഒരു ദിവസം 1000 പ്രാവശ്യം വീതം ഈ ശ്ലോകത്തെ ജപം ചെയ്ത് സിദ്ധി വരുത്തേണ്ടതാണ്. അങ്ങനെ സിദ്ധി ലഭിക്കുന്ന പക്ഷം ആ ഭക്തന് അല്ലെങ്കിൽ ഭക്തിക്ക് അണിമാതി അഷ്ടസിദ്ധികൾ ഉണ്ടായി കിട്ടും, അല്ലെങ്കിൽ അവർക്ക് ഈ അഷ്ടസിദ്ധി ലഭിക്കാനുള്ള യോഗം ഉണ്ടായിത്തീരും. എന്ത് കാര്യം നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ സാധിപ്പിക്കണം എന്ന് തോന്നുമോ അതെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ നടന്നു കിട്ടും. കൂടാതെ അഗ്നിസ്തംഭം പോലും ചെയ്യാൻ സാധ്യമാണ്. ജലസ്തംഭം എന്ന് കേട്ടിട്ടുണ്ടാവും. ജലത്തിലിങ്ങനെ ഈ ശവം പാറിക്കിടക്കുന്നത് പോലെ കിടക്കും. ജലസ്തംഭം എന്നാണ് അതിന് പേര്. ഇതൊരു വിദ്യയാണ്. അതുപോലെ തന്നെ അഗ്നിസ്തംഭം, അഗ്നിയിലും അതേമാതിരിക്കാം ശരീരത്തൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഏറ്റവും വലിയൊരു സിദ്ധിയാണ് കൂടുവിട്ട് കൂടുപായുക. അതായത് ഒരു ശരീരത്തിൽ നിന്നും ജീവനെ എടുത്ത് ഇനിയൊരു ശരീരത്തിൽ കൊണ്ടുവയ്ക്കുക. ഇതിന് ഒരു മരണപ്പെട്ട ശരീരം ആവശ്യമാണ്. അതേ നേരം ആരാണോ തൻ്റെ ജീവനെ എടുത്തുകൊണ്ട് ഇനിയൊരു ശരീരത്തിലേക്ക് പോകുന്നത് അവരുടെ ശരീരത്തെ ഭദ്രമായി സൂക്ഷിക്കുകയും വേണം. ആ ശരീരത്തെ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് തിരിച്ച് ഇങ്ങോട്ട് വരാൻ സാധ്യമല്ല. ഇതൊരു നിബന്ധനയുണ്ട് ഈ കൂടുവിട്ട് കൂടുപായുന്ന പ്രക്രിയയ്ക്ക്. പരകായ പ്രവേശം എന്ന് കേട്ടിട്ടുണ്ടാവും. ആദിശങ്കര ഭഗവത്പാദർ സരസവാണിയുടെ ഒരു ചോദ്യത്തിന് തലകുനിച്ച് കാമശാസ്ത്രത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് അറിവ് എന്ന് ചോദിച്ചപ്പോൾ കഠിനമായ ബ്രഹ്മചര്യം സ്വീകരിക്കുന്ന അദ്ദേഹത്തിന് അതിന് മറുപടി പറയാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 1-2 ദിവസത്തെ അവധി വേണം, ഞാൻ ഈ കാര്യത്തെ മനസ്സിലാക്കി തിരിച്ചു വരാം. അങ്ങനെ സരസവാണിയോടും മണ്ഡലമിശ്രോടും യാത്ര പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴാണ് രാജ്യത്തിലെ രാജാവ് മരണപ്പെട്ട സൂചന ലഭിച്ചത്. ഉടനെ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഭഗവത്പാദർ എൻ്റെ ശരീരത്തെ ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ പരകായ പ്രവേശം ചെയ്ത് ആ മരിച്ചു കിടക്കുന്ന രാജാവിൻ്റെ ശരീരത്തിൽ കയറി അതിലൂടെ കാമശാസ്ത്രത്തിൻ്റെ മഹാത്മ്യമെല്ലാം അറിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നതാണ്, അതുവരെ സൂക്ഷിച്ചുകൊള്ളുക. ഇതാണ് പരകായ പ്രവേശം. ഒരു മഹായോഗി കൈലാസത്തിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ട് ഭഗവാന്റെ നാമതീർത്ഥങ്ങളുമായി ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒരു കാട്ടിലെത്തിയപ്പോൾ അവിടെ മൂലൻ എന്ന് പറയപ്പെടുന്ന ഒരു കാട്ടിടയൻ പശുക്കളെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാവും. അദ്ദേഹത്തിന് യാദൃച്ഛികമായി അവിടെ മരണം സംഭവിച്ചു. മാടുകളെല്ലാം അവിടെ നിന്ന് കരയുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനടുത്തിരുന്ന്. ഈ മഹായോഗിക്ക് ദയ തോന്നിയിട്ട് ആ മുല്ലൻ്റെ ശരീരത്തിനകത്ത് കയറി
പിന്നീട് അദ്ദേഹത്തെ തിരുമൂലർ എന്ന ഒരു നായന്മാർ എന്നുള്ള സ്ഥാനത്തിൽ അദ്ദേഹത്തെ പ്രഖ്യാപിക്കപ്പെട്ടു. അദ്ദേഹം മാടുകളെല്ലാം വിളിച്ചു കൊണ്ടുപോയി. മാടുകൾക്കെല്ലാം വളരെ സന്തോഷമായി. എല്ലാവരെയും അവരവരെ വീട്ടിൽ കൊണ്ടാക്കി. മൂലനെ തൻ്റെ ഭാര്യ വീട്ടിനകത്തേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിനകത്ത് കയറില്ല. നീ വിചാരിക്കുന്നത് പോലെയുള്ള നിന്റെ ഭർത്താവല്ല ഞാൻ. അഹം ബ്രഹ്മാസ്മി. ഞാൻ ബ്രഹ്മത്തിൻ്റെ പാതയിൽ നടക്കുന്ന ഒരു മഹർഷിയാണ്. അത് കാരണം എനിക്ക് കുടുംബവാസം നിഷിദ്ധമാണ്. ഞാൻ അകത്ത് വരുന്നതല്ല. പറഞ്ഞത് വിശ്വസിക്കാണ്ട് ആ സ്ത്രീ അവിടുത്തെ പഞ്ചായത്ത് കൂട്ടി എല്ലാം കൂടി വിചാരിച്ചു. ഒടുവിൽ അദ്ദേഹം നിരൂപിച്ചു, എൻ്റെ ഭർത്താവിൻ്റെ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. തിരിച്ചു പോയി നോക്കിയപ്പോൾ അത് കാണാനില്ല അവിടെ. അത് നോക്കിക്കൊണ്ടുപോയി. അങ്ങനെ തിരുമൂലർ എന്നുള്ള ആ മഹാത്മാവ് തിരുമന്ത്രം എന്ന് പറയപ്പെടുന്ന ഒരു വളരെ വളരെ വിഖ്യാതമായ ശിവരഹസ്യം അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥം രചിച്ച് ലോകത്തിലെ ജനങ്ങളെ ഉദ്ധാരണം ചെയ്യിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെയും ഈ പരകായ പ്രവേശം നടക്കാറുണ്ട്. പലരും പരകായ പ്രവേശം നമ്മുടെ ലേസർ സർജറി ചെയ്യുന്നത് മാതിരി മഹാത്മാക്കൾ ചെയ്യാറുണ്ട്. ഭക്തന്മാർക്കത് അറിയില്ല. പലരും പോയി മഹാത്മാക്കളോട് പ്രാർത്ഥിക്കും, എനിക്ക് ഇത് വേണം, അത് വേണം, എനിക്ക് ഈ അസുഖമാണോ ആ അസുഖമാണെന്നെല്ലാം പറഞ്ഞു. അവർ പറയും, നിശബ്ദമായിരിക്കുക, ശരീരം അനക്കരുത്. അവർ മാനസികമായി തന്നെ ഈ ഓപ്പറേഷൻ ചെയ്ത് പറഞ്ഞയക്കും. പിന്നീട് ടെസ്റ്റെല്ലാം ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം ഭേദമായി തോന്നും. ഇതെങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായി തന്നെ അവരുടെ ശരീരത്തിനകത്ത് കയറി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് തിരിച്ച് ഈ മഹാത്മാവ് തൻ്റെ ശരീരത്തിലേക്ക് തന്നെ വന്നു കയറുന്നു. ഇവിടെ ചോദിക്കും, ഈ നാസ്തികന്മാർ, ദൈവവിശ്വാസികളല്ലാത്തവർ ഇതെല്ലാം എങ്ങനെ സാധിക്കും? ഇതെല്ലാം വെറുതെ കള്ളത്തരം പറയുന്നതല്ലേ എന്ന്. മഹാത്മാവ് ആദ്യം ഇദ്ദേഹത്തിൻ്റെ, ഈ ഭക്തൻ്റെ അല്ലെങ്കിൽ വന്നിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും. ഇവൻ ഇതെല്ലാം മാറാനുള്ള യോഗമുണ്ടോ? ഇവൻ നല്ലവനാണോ? അല്ല, ഈ പാപത്തിന് കിട്ടിയിരിക്കുന്ന ബലമാണ് ഇവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഇത് അനുഭവിച്ച് തന്നെ തീർക്കണമെന്നെല്ലാം നോക്കിയതിന് ശേഷമാണ് അവർ ഈ പരിപാടിക്ക് പുറപ്പെടുന്നത്. അതല്ല, ഇവന് ഈ യോഗമുണ്ട്, ഇത് ആരെക്കൊണ്ട് മാറ്റാൻ സാധ്യമല്ല, അത്രയും വലിയ കൊടൂരമായ പാവം പൂർവ്വജന്മങ്ങളിൽ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറയും നോക്കുകയാണെങ്കിൽ അവർ എല്ലാം ദൈവം നോക്കിക്കോളും, പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അയക്കും. ഇങ്ങനെ പരകായ പ്രവേശത്തിൽ പല മാർഗങ്ങളുണ്ട്. പരന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യൻ്റേത്, കായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം, പ്രവേശം എന്ന് വെച്ചാൽ പ്രവേശിക്കുക. പരകായ പ്രവേശം എന്ന് വെച്ചാൽ അന്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുക. അത് എല്ലാവരുടെയും ആരുടെ ശരീരത്തിൽ വേണമെങ്കിൽ പ്രവേശിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ചില സിനിമകളിലൊക്കെ കൂടി കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ അയ്യപ്പൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. അതായത് ഇന്ദ്രൻ ധർമ്മശാസ്താവായ മണികണ്ഠനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം മഹിഷിയുടെ നിഗ്രഹത്തിന് മണികണ്ഠനായിരുന്നു കാരണം. ഇന്ദ്രൻ ഈ ലോകത്തിൻ്റെ, ഈ ഭൂലോകത്തിൻ്റെ അധിപതിയാണ്. ഇന്ദ്രൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ സത്കർമ്മങ്ങളും അതാതിൻ്റെ രീതിയിൽ നടക്കണം. അതിന് വിപരീതമായി നടക്കുന്ന പക്ഷം ഇന്ദ്രനെയാണ് ചോദ്യം ചെയ്യുക ബ്രഹ്മാദികൾ. അപ്പോൾ ആ ഇന്ദ്രൻ മഹിഷിയുടെ ഉപദ്രവത്തിൽ നിന്നും ജനങ്ങളെ ഉദ്ധാരണം ചെയ്യുവാൻ വേണ്ടി, രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ മഹിഷി വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന വരത്തിന് ഒരു അതിരില്ല. വളരെ പ്രത്യേകമായ ഒരു വരം വാങ്ങിച്ചത് വിഷ്ണുവിനും ശിവനും കൂടി ചേർന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ട് മാത്രമേ എന്നെ കൊല്ലാൻ സാധ്യമാകുള്ളൂ, അദ്ദേഹം ബ്രഹ്മചാരി ആയിരിക്കുകയും വേണമെന്നായി. അങ്ങനെയാണ് മണികണ്ഠൻ എന്ന ശ്രീധർമ്മശാസ്താവ്, ദേവലോകത്തിലെ ശാസ്താവാണ്, ഈ ഭൂലോകത്തിൽ മണികണ്ഠനായി അവതരിച്ചത്. അങ്ങനെ അദ്ദേഹം വനത്തിൽ ചെന്നു പുലിപ്പാൽ കൊണ്ടുവരാൻ വേണ്ടി. പുലികളെ അവിടെ എവിടെയും നോക്കി, എവിടെയും കാണുന്നില്ല. ഉടനെ തന്നെ നാരദർ പറയുന്നു ഇന്ദ്രനോട്, ഇതാണ് നിനക്ക് കിട്ടിയ ബെസ്റ്റ് സന്ദർഭം, ഉടനെ പോയി അയ്യപ്പനെ സഹായിക്കുക. കാരണം അദ്ദേഹം നമുക്ക് ചെയ്തിരിക്കുന്ന ഉപകാരം നമുക്ക് മറക്കാൻ സാധ്യമല്ല. ഉടനെ തന്നെ ഇന്ദ്രൻ അവിടെ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് അദ്ദേഹം ഒരു പുലിയായി മാറി. എന്നിട്ട് അതിൻ്റെ പുലിയുടെ മുകളിൽ കയറി അയ്യപ്പൻ വന്ന് പെരുന്തേവിയുടെ അസുഖത്തെ മാറ്റി. അദ്ദേഹത്തിന് അത് ആക്ടിംഗ് ആയിരുന്നു, അസുഖമല്ല, അസുഖമുള്ളതുമായി നടിച്ചതുകൊണ്ട്. പിന്നെ അതെല്ലാം മാറി. എന്തായാലും അങ്ങനെ ഒരു വലിയ കഥ. പരകായ പ്രവേശം ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. നമ്മളും ഭഗവാനുമായി ലയിക്കുന്നതും ഭഗവാൻ നമ്മളിൽ ലയിക്കുന്നതുമെല്ലാം, ഭഗവാൻ നമ്മളിൽ ലയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കുക എന്നർത്ഥം. ഭഗവാൻ നമ്മളിൽ നയിക്കുമാവില്ല. നമ്മളുടെ ശരീരമോ നമ്മളുടെ മനസ്സോ നമ്മളുടെ ബുദ്ധിചിത്ത അഹങ്കാരമോ നമ്മളുടെ ആത്മാവോ ഒന്നും അത്രത്തോളം വലിയ ശുദ്ധമുള്ളതൊന്നല്ല. പക്ഷേ നമ്മൾ
കൊച്ചു കുഞ്ഞ് അമ്മയുടെ മടിയിൽ കയറിയിരിക്കും, അല്ലേ, കിടക്കും, ഉറങ്ങും. അമ്മ കുഞ്ഞിൻ്റെ മടിയിൽ കയറി ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെയാണ്. അങ്ങനെ 96,000 പ്രാവശ്യമാകും മൊത്തത്തിൽ ഇത് ജപിച്ച് കഴിയുമ്പോൾ. അങ്ങനെയുള്ളവർക്കാണ് ഈ സിദ്ധി കിട്ടുക. പരകായ പ്രവേശം പോയ പോലെ ഏറ്റവും വലിയ സിദ്ധി ഇതുപോലും ചെയ്യാൻ സാധ്യമായി തീരും ഈ വ്യക്തിക്ക്. നിവേദ്യം തേൻ, ഈ പൊങ്കൽ, ത്രിമധുരം, താമ്പൂലം, മധു എന്നിവയെല്ലാം നിവേദ്യത്തിനായി പരാശക്തിക്ക് കൊടുക്കാം. ശക്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നടന്നു കിട്ടുക എന്നുള്ളതായ ഒരു ബോധ്യം എല്ലാ ഭക്തർക്കും ആവശ്യമാണ്. ശ്ലോകം എന്ത് പറയുന്നു നോക്കാം. സ്വദേഹോദ്ഭൂതാഭിഹി ഗൃണിഭിഹി അണിമാധ്യാഭിഹി അഭിതഃ നിഷേവ്യേ നിത്യേ ത്വാം അഹമിതി സദാ ഭാവയതി യഹ കിമാശ്ചര്യം തസ്യ ത്രിണയന സമൃദ്ധിം ത്രിണയതഃ മഹാ സംവർത്താഗ്നിഃ വിരചയതി നീരാജനവിധിം. സ്വദേഹോദ്ഭൂതാഭിർ ഗൃണിഭീരണി അണിമാധ്യാവിവിധോ നിഷേവ്യേ നിത്യേ ത്വാമഹമിതി സദാ ഭാവയതി യഹ കിമാശ്ചര്യം തസ്യ ത്രിണയന സമൃദ്ധിം ത്രിണയതോ മഹാസംവർത്താഗ്നിർവിരചയതി നീരാജനവിധിം. വളരെയേറെ അർത്ഥഗർഭമുള്ള ഒരു നല്ല സ്തോത്രമാണിത്. അതായത് സ്വദേഹോദ്ഭൂതാഭിഹി, സ്വന്തം ശരീരത്തിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനിക്കുന്ന ഗൃണിഭിഹി, കിരണങ്ങളായ, അണിമാധ്യാഭിഹി, അണിമാദി അഷ്ടമാസിദ്ധികൾ. ഈ അണിമാദി അഷ്ടമാസിദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അണിമ മഹിമ, ലഘിമ ഗരിമ, ഈശിത്വം വശിത്വം, പ്രാപ്തി പ്രാകാമ്യം എന്നാണ് ഈ 8 സിദ്ധികൾക്കുള്ള പേര്. അണിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത്, ഒരു ശരീരത്തെ വളരെ ചെറുതാക്കുക. ഹനുമാൻ രാമായണത്തിൽ ലങ്കയിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് സൂര്യഭഗവാനിൽ നിന്നും ലഭിച്ച അനുഗ്രഹം കാരണം അഷ്ടമാസിദ്ധിയുടെ ഉടമസ്ഥനാകുന്നു. 8 സിദ്ധികളെയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനുള്ള ശക്തിയും പ്രാപ്തിയും അനുഗ്രഹവും ഹനുമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ അണിമ എന്നുള്ള പലതും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഈ രാമായണത്തിൽ. അതിൽ അണിമ എന്നുള്ള ഈ ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും ചെറിയ ഒരു കുഞ്ഞു കുരങ്ങായി, ആർക്കും കാണാൻ സാധിക്കുന്നില്ല, ഒരു ഈച്ച അയിലും വെച്ച് ചെറുതായിട്ടുള്ള ഭാവത്തിൽ എവിടെ വേണമെങ്കിൽ പറന്ന് കളിക്കാം, ആർക്കും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഏറ്റവും ചെറുതാണ്. മഹിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലുത്, മഹിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുത്. ഗരിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഘിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഭാരം കുറഞ്ഞ ഒരു സ്ഥിതി. അതേ നേരം ഗരിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരം കൂടിയത്, അതികഠിനമായ ഭാരമായി തീരും. ഹനുമാനും ശരി, അതുപോലെ തന്നെ അങ്കദൻ രാവണനെ കാണാൻ പോകുന്നു. ദൂതനായിട്ടാണ് ചെല്ലുന്നത്. അവിടെ എല്ലാവരും കൂടി പരിഹസിച്ച് ഈ അങ്കദനെ കളിയാക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ കളിയാക്കാനോ എൻ്റെ ശക്തിയെ കുറിച്ചുള്ള മഹാത്മ്യം നിങ്ങൾക്ക് ആർക്കും അറിയുന്നതല്ല. ഇനി അഥവാ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തു തരാം. ഇവിടെ ശക്തിയുള്ള എല്ലാവരും, ആർക്ക് വേണമെങ്കിലും ഞാൻ വെച്ചിരിക്കുന്ന ഈ പാദത്തെ ഇവിടെ നിന്ന് അനക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പക്ഷത്ത് ചേരാം, രാമനെ വിട്ടുവരാം എന്ന് പറയുന്നു. അവിടെയുള്ള എല്ലാ യോദ്ധാക്കളും, ഇന്ദ്രജിത്ത്, മേഘനാഥ് എന്ന് പറയപ്പെടുന്ന ഇന്ദ്രജിത്തും ഒരു ശകലം പോലും അനക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ പാദത്തെ. അതിന് കാരണം ഹനുമാൻ തൻ്റെ അഷ്ടമാസിദ്ധിയിലെ ഈ ഗരിമ എന്നുള്ള ഈ സിദ്ധിലാഭത്തെ അങ്കദൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഇതും ഒരു തരത്തിലുള്ള പരകായ പ്രവേശമാണ്. അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത്രയും വലിയ ഭാരമായിട്ടുള്ള ഒരു വ്യക്തിയായി തീരാനും അതേ നേരം ഭാരം കുറഞ്ഞ് കാറ്റിൽ പറക്കുന്ന അണുക്കളെ മാറി ആയിത്തീരാനും സാധ്യമാണ്. പിന്നീടുള്ള 6ാമത്തേത് ഈശിത്വം. ഈശിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരത, താൻ ഈശ്വരനായി തീരുക, ഈശ്വരൻ്റെ ശക്തിയോടുകൂടിയായിട്ടുള്ള സർവ്വവ്യാപിയായി തീരാനുള്ള സാധ്യത.
ഇത് ഈശിത്വം എന്ന് പറയപ്പെടുന്നു. വശിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിനെയും തന്നിൽ ആകർഷിക്കാനുള്ള വശീകരണ ശക്തി. എന്ത് നമുക്ക് ആവശ്യമാണോ എല്ലാത്തിനെയും തന്നിലേക്ക് വലിച്ചെടുക്കാനുള്ള ശക്തി. പ്രാപ്തി, എന്തായിത്തീരണമോ അതായിത്തീരുക. ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ രൂപം എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ നേരം കൊണ്ട് തന്നെ ആ രൂപത്തെ എടുക്കാനുള്ള പ്രാപ്തി, ശക്തി ലഭിക്കുന്നതാണ് പ്രാപ്തി എന്ന് പറയപ്പെടുന്നത്. പ്രാകാമ്യം എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും പോയി പ്രത്യക്ഷപ്പെടാനുള്ള ശക്തി. ഏത് നേരത്ത് വേണമെങ്കിലും എത്ര രൂപങ്ങളായിട്ട് വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാനുള്ള ശക്തി, ഇതിന് പ്രാകാമ്യം എന്ന് പറയുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ കുട്ടിക്കാലത്ത് ലീലാവിനോദമായി ഗോപികമാരുമായെല്ലാം നൃത്തക്രീഡ ചെയ്യുന്ന നേരത്ത് ഓരോ ഗോപികയ്ക്കും ഒരു കൃഷ്ണനെ ഉണ്ടായിക്കൊടുത്തു അദ്ദേഹം. എല്ലാവരും പറഞ്ഞു കൃഷ്ണൻ എൻ്റെ കൂടെ മാത്രമാണ് ഉള്ളതെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ കൂടെ മാത്രമാണ് ഉള്ളതെന്ന് വെച്ചു. ഒടുവിൽ വീട്ടിൽ പോയി നോക്കാമെന്നായി ഒരാളെ പറഞ്ഞേച്ചപ്പോൾ അവിടെ യശോദേവിയുമായിട്ട് ഒരു കൃഷ്ണൻ അവിടെ ഇരിക്കുന്നു. അങ്ങനെ സർവ്വവ്യാപിയായിരിക്കുന്ന ആ ചൈതന്യ രൂപം എവിടെ വേണമെങ്കിലും പ്രത്യക്ഷമാകാനുള്ള ശക്തി പലരും തങ്ങളുടെ ഗുരുക്കന്മാരെ കാണാറുണ്ട്. ഈ രീതിയിൽ ഗുരു ആശ്രമത്തിൽ ഇരിക്കുന്നതായിട്ടും ഗുരു ഏതോ രാജ്യത്ത് പോയിരിക്കുന്നതായും ഗുരു വേറൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നതായിട്ടും എല്ലാം അനുഭവപ്പെട്ടിട്ടുള്ള എത്രയോ വ്യക്തികളുണ്ട്. ഈ ഭാരതദേശത്തിലെ മഹാ ഋഷികളെല്ലാം പല രാജ്യങ്ങളും കറങ്ങിയിട്ടുള്ളവരാണ്. ഭൂലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ളവരാകുന്നു. കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് അമേരിക്കയിൽ. കപിലാരണ്യം, കപില മഹർഷി, അദ്ദേഹത്തിൻ്റെ ആശ്രമം അവിടെ ഒന്നുണ്ടായിരുന്നു. അദ്ദേഹം അവിടെയും ഉണ്ടാവും, ഭാരതത്തിലുണ്ടാവും, വേറെ രാജ്യത്തുണ്ടാവും. അതുമാതിരി തന്നെ ബോഗർ എന്ന് പറയുന്ന ഒരു സിദ്ധർ, ഈ സിദ്ധർ ഇടയ്ക്കിടയ്ക്ക് ചൈനയിൽ പോകുമായിരുന്നു. ചില നേരം അവരെ ഭാരതദേശത്തിലും കാണാനൊക്കും. അപ്പോൾ ഇങ്ങനെ മാറി മാറി ഇവർ എവിടെ വേണമെങ്കിലും പ്രത്യക്ഷമാകാനുള്ള ഒരു ശക്തി ഈ വ്യക്തികൾക്കുണ്ടായിത്തീരുന്നു. ഇതെല്ലാം സിദ്ധിയാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ഈ അഷ്ടമാസിദ്ധികളിൽ അണിമാധ്യാഭിഹി, അണിമാതി ആവരണ ദേവതകളാൽ അഭിതഹ നിഷേവ്യേ, ചുറ്റും സേവിക്കപ്പെട്ടവളായിക്കൊണ്ട് പരാശക്തിയുടെ ശരീരത്തിൽ നിന്നും ജാതമായി ശക്തിയെ തന്നെ അവർ ഉപാസന ചെയ്ത് പൂജിക്കുന്നു. എല്ലാവിധമായിരിക്കുന്ന ഉപചാരങ്ങളെയും ദേവിക്ക് നൽകുന്നു. നിത്യേ ത്വാം, ആദ്യന്തരഹിതയായിരിക്കുന്ന പരാശക്തി എന്നാണ് ആദിശങ്കര ഭഗവത്പാദർ ഇവിടെ ദേവിയെ അഭിസംബോധന ചെയ്യുന്നത്. പരാശക്തിയെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ മന്ത്രങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ സ്തോത്രങ്ങളെല്ലാം രചിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞു, ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജ്ഞേ യോഗസംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന ലക്ഷ്മി സ്തോത്രത്തിലും വരാറുണ്ട്. അങ്ങനെ ആദ്യന്തരഹിതയായിരിക്കുന്ന പരാശക്തി, അദ്ദേഹം ഇവിടെ ഒരു ആശ്ചര്യഭാവത്തിലാണ് ദേവിയോട് ചോദിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, അഹമിതി സദാ, ഞാൻ എന്നെപ്പോഴും, അതായത് പരാശക്തിയാണ് ഞാൻ. പരാശക്തി ആത്മസ്വരൂപമായി എൻ്റെ ശരീരത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ശരീരത്തിരിക്കുന്നു. ശക്തിയും ഞാനും ഒന്നാണ്, ഞങ്ങൾ രണ്ടുപേരും രണ്ടല്ല എന്നുള്ള ഭാവനയോടുകൂടി ഏതൊരു ഭക്തൻ പരാശക്തിയെ ആരാധിക്കുന്നുവോ, ധ്യാനിക്കുന്നുവോ, പൂജിക്കുന്നുവോ, അവൻ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അഹമിതി സദാ, ഞാൻ എന്ന് പറയുന്നത് പരാശക്തിയാകുന്നു, എൻ്റെ എല്ലാം ശക്തിയുടേതാകുന്നു, ഞാനും ശക്തിയാകുന്നു എന്നുള്ള ഭാവനയോടുകൂടി ഭാവയത്യഹ കിമാശ്ചര്യം, അവിടെ എന്താണ് ഒരു ആശ്ചര്യം എന്ന് പറയപ്പെടുന്നത്? അതായത് ത്രിനയന സമൃദ്ധിം സദാശിവ ഐശ്വര്യത്തെയും തൃണയത, തൃണീകരിക്കുന്ന, ഇല്ലാതാക്കി തീർക്കുന്ന മഹാസംവർത്താഗ്നി, പ്രളയകാലാഗ്നി വിരചയതി, എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നീരാജന വിധിം, ഈ ഭക്തന് നീരാഞ്ജനം ചെയ്യിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയപ്പെടുന്നത് സദാശിവൻ എന്ന പരമേശ്വരൻ നൽകുന്ന ഐശ്വര്യമാണ്. എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം സദാശിവനാകുന്നു. നാരായണത്തിൽ പോലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഭട്ടതിരിപ്പാട്. ഐശ്വര്യം ശങ്കരാതീതം എന്ന് പറയുന്നുണ്ട് ആ നാമത്തിൽ. ശങ്കരന് അതീതമാകുന്നു എല്ലാ ഐശ്വര്യങ്ങളും. ലോകത്തിലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം നൽകുന്നത് പരമേശ്വരാണ്. അതുകൊണ്ടാണ് ശ്രീകണ്ഠൻ എന്നുള്ള പേരോടുകൂടി ഭഗവാൻ ഭക്തന്മാർക്ക് ദർശനം നൽകുന്നത്. ശ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാലക്ഷ്മിയോട് കൂടിയ കഴുത്തോട് കൂടിയവൻ. അത്രയധികം ഇതിനു മുമ്പിൽ രണ്ടു മുമ്പിലത്തെ ഒരു ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. അപ്പോൾ പരമേശ്വരൻ്റെ ഐശ്വര്യത്തെ ആർക്കും
നിരാകരിക്കുവാനോ ഇല്ലാതാക്കുവാനോ സാധ്യമല്ല. പക്ഷേ ഒരാൾക്ക് സാധ്യമാത്രേ. അതാണ് പ്രളയാഗ്നി. പ്രളയകാലത്ത് എല്ലാം നശിക്കുന്നു, ഒന്നും ബാക്കി ഉണ്ടാവില്ല. എല്ലാവർക്കും എന്തെല്ലാം വരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എല്ലാ വരക്കളും നശിച്ചു പോകും, സർവ്വം നശിച്ചു പോകും, ഒന്നും ഉണ്ടാവില്ല ആ പ്രളയകാലത്തിൽ. അങ്ങനെയുള്ള പ്രളയകാലാഗ്നി സദാശിവന്റെ ഐശ്വര്യത്തെ പോലും നിർവീര്യമാക്കി തീർക്കുന്നു. പക്ഷേ ആ അഗ്നി ഏതൊരു ഭക്തനാണോ ഞാൻ പരാശക്തിയാകുന്നു, എൻ്റെ ആത്മാവ് ശക്തി അവിടേതാണ് എന്നുള്ള വിചാരത്തോടു കൂടി പൂജിക്കുകയോ ധ്യാനിക്കുകയോ തപസ് ചെയ്യുകയോ ചെയ്യുന്നത്, അവനെ പരാശക്തി എന്ന് തന്നെ കരുതിക്കൊണ്ട് ഈ പ്രളയാഗ്നി അവന് കർപ്പൂരഹാരത്തി ചെയ്യുന്നത് പോലെ നീരാഞ്ജനം ചെയ്യുന്നു. കാരണം എല്ലാ ദേവീ ദേവന്മാരും പരാശക്തിയുടെ ബിംബത്തിലും ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈ ആരത്തി കാട്ടുന്നത്. അപ്പോൾ എല്ലാ ആരത്തിക്കും വിളക്ക് ആവശ്യമാണ്, തീ ആവശ്യമാണ്, അഗ്നി. അതിനെക്കൊണ്ടാണ് എല്ലാവരും എല്ലാ ദേവന്മാർക്കും ആരത്തി ഒഴിയുന്നത്. അങ്ങനെ ശക്തിക്ക് ആരത്തി ഒഴിഞ്ഞു കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശക്തി ഞാനാണ് എന്ന് ഭാവിച്ചിരിക്കുന്ന ഭക്തന് ഒഴിയുന്നതിന് സമമായി തീരുന്നു. അതല്ലേ ഇതിലെ ആദ്യ ആശ്ചര്യം എന്ന് ചോദിക്കുന്നു ഭഗവത്പാദർ. പരാശക്തി പതിവ് പോലെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ശങ്കരൻ്റെ ആ കവിത്വത്തിനോട് യോജിക്കുന്നു. ശങ്കരൻ ഏത് രീതിയിലാണ് ഇവിടെ അംബയെ ധ്യാനിക്കുന്നത് എന്നുള്ള മഹത്വത്തിനെയും ശക്തിയും ഭക്തനും ഒന്നാണ് എന്നുള്ള ഭാവന, ഏകത്വഭാവമാണ് യഥാർത്ഥമായ അദ്വൈതജ്ഞാനം. ഞാൻ എന്നുള്ള ശക്തിയല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള ഭാവനയാണ് ഇതിലെ പ്രാധാന്യം. അങ്ങനെ സർവം ബ്രഹ്മമയം ജഗത് എന്ന് പറയുകയാണെങ്കിലും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിൽ ഉള്ള യോജിപ്പിനെയാണ് ഈ സ്തോത്രം കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സ്തോത്രത്തിന് വിചിത്രമായ ഒരു ചക്രമാണ്. ആ ചക്രം അത് പറയാൻ ബുദ്ധിമുട്ടാണ്. ഈ ചക്രം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഓം എന്നുള്ള ബീജാക്ഷര മന്ത്രമാണ് ഈ ചക്രത്തിന് പ്രയോഗം ചെയ്തിരിക്കുന്നത്. ഈ പരാശക്തിയുടെ ഓങ്കാര രൂപമായിരിക്കുന്ന സ്തോത്രത്തെ ജപം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അഷ്ടമാസിദ്ധികളും ഉദ്ദിഷ്ടകാര്യലാഭവും പിന്നെ ഈ അഗ്നിസ്തംഭം ചെയ്യാനുള്ള ശക്തിയും എല്ലാം ലഭിക്കുന്നു. അത്രയും ഏറെ പ്രാധാന്യം ഉള്ളതാണ് പരാശക്തിയും ശക്തിയുടെ രൂപവും നാമവും. ഇതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഭക്തജനങ്ങൾ പരാശക്തിയെ ഉപാസിക്കുവാൻ എന്നുള്ള ഒരു തത്വത്തെയാണ് ഭഗവത്പാദർ ഇവിടെ എടുത്തു പറഞ്ഞത്. സ്വദേഹോദ്ഭൂതാഭിർ ഘൃണിബിരണിമാധ്യാഭിവിധോ നിഷേവ്യേ നിത്യേ ത്വാമഹമിതി സദാ ഭാവയതി യഃ കിമാശ്ചര്യം തസ്യ തൃണയന സമൃദ്ധിം തൃണയതോ മഹാസംവത്താഗ്നിർ വിരചയതി നീരാജനവിധിം. സർവം ജഗദംബാർപ്പണമസ്തു. ഹരി ഓം.